ഇത്തിരി കടുപ്പത്തിലായിക്കോട്ടെ കുഞ്ഞാലി. കുഞ്ഞാലി 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 ഇങ്ങനെയുണ്ട് ഒരു കുഞ്ഞാലി വിളി. നാട്ടുകാർക്ക് മുഴുവൻ വേണം കുഞ്ഞാലി. ഇപ്പം ആലഞ്ചേരി തമ്പ്രാക്കന്മാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആളുകൾ. അവർക്കും വേണം കുഞ്ഞാലി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു കാലിച്ചായ വേണമെങ്കിൽ അതിനും വേണം കുഞ്ഞാലി. ആകെപ്പാടൊരു കുഞ്ഞാലിയും ഉണ്ട്. ആരെ കുഞ്ഞാലി? ഞാൻ തന്നെ. കണ്ടോ, നിങ്ങൾക്ക് വേണം കുഞ്ഞാലി. അല്ല, ഈ ആലഞ്ചേരിലേക്കുള്ള വഴിയേതാ? ഏത് ആലഞ്ചേരിയിലേക്കാ? എന്താ പ്രശ്നം എന്താ? ഏയ്, പ്രശ്നമൊന്നുമില്ല. ഓ, അപ്പൊ പിന്നെ കുരിക്കൽ അങ്ങട്ടല്ല. ഇവിടെ ഇപ്പൊ 2 ആലഞ്ചേരിക്കാരുണ്ട്. ഒന്ന് ചന്തപ്പൻ കുരിക്കളും ചാത്തുക്കുട്ടി ഭാഗവതരും. ഇങ്ങക്ക് കാണണ്ടേ? ഭാഗവതരെ? അതെ, ഭാഗവതരോട് വല്ലതും പറയാണ്ടെങ്കിൽ അത് കുരിക്കലടുത്ത് പറയാം. ഇനി കുരിക്കലോട് വല്ലതും പറയാണ്ടെങ്കിൽ ഭാഗവതരടുത്തും പറയാം. ഇനി അതല്ല, 2 പേരോടും പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇങ്ങോട്ട് പറഞ്ഞോളി. അത് എനിക്ക് ഭാഗവതരെ നേരിട്ട് കാണണം. അതെ, ആ വരി. ഈ വഴിക്ക് നേരെ ചെന്നാലേ ഇടത് ഭാഗത്ത് വയലിന്റെ പക്കത്ത് വലിയ പഠിപ്പുള്ള ഒരു വീട് കാണാം. അത് തന്നെ. ദൂരത്തെ ഒച്ചും വിളിയൊക്കെ കേക്കാം. ഒച്ചയും വിളിയോ? ആ, ഭാഗവതര് സ്വന്തം മക്കളെ സാരീന്നൊക്കെ പഠിപ്പിക്കുന്നതാ. പോയിക്കോളി. വലിയ ഉപകാരം. ഓ, വരട്ടെ. ഇതിനും വേണം കുഞ്ഞാലി. ഓ, പാടുക. നല്ല ശുദ്ധമായിട്ട് പാടുക. നിർത്തുക. എനിക്ക് ശേഷം പാടാൻ ആലഞ്ചേരിയിൽ നിന്ന് ഒരാളും വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക നിങ്ങൾ എല്ലാവരും കൂടെ. ഞാൻ ദിവസവും സാധനം ചെയ്യണുണ്ട് അച്ഛാ. ഞങ്ങളും സാധകം. ആ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? സപ്തസ്വരങ്ങൾ സ്ഥാനം തെറ്റാതെ പാടാൻ കഴിയുമോ ആർക്കെങ്കിലും? വർഷം എത്രയായി ഞാൻ ഈ കഷ്ടപ്പാട് തുടങ്ങിയിട്ട്? ഇപ്പോഴും തുടങ്ങിയിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ എന്തിനാണ് നടക്കാത്ത കാര്യത്തിന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആരാ പറഞ്ഞു നടക്കൂലെന്ന്? നടക്കും. ഇനി ഇക്കാര്യത്തിൽ നിന്റെ വക്കാലത്ത് വേണ്ട, പോവാ. ചിരിക്കണ്ട. മക്കളാണെന്നും പറഞ്ഞ് അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. നിങ്ങളുടെയൊക്കെ മനസ്സിലെങ്കിലും ഇത്തിരി സംഗീതം ഉണ്ടായത് എന്റെ പ്രയത്നം കൊണ്ടാ. ഇനി ഇപ്പൊ പാട്ട് വേണ്ട, മൃദംഗവും ഘടവും വയലിനും ഒക്കെ മതിയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. മക്കളാണത്രേ, മക്കള്. ആരാ? ഞാന് വടക്കേക്കര ക്ഷേത്രത്തിൽ നിന്ന് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞിട്ട് വരിക. വടക്കേക്കര? അവിടെയല്ലേ കച്ചേരി? അതെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ, എന്തെങ്കിലും വിശേഷമുണ്ടോ? ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം? കമ്മിറ്റിക്കാരിപ്പോ 2ആയിട്ട് പിരിഞ്ഞിരിക്കുക. ഒരു കൂട്ടര് പറയണേ പരിപാടി നടത്തിക്കില്ലെന്നാ. ഏയ്, അതൊന്നും ഉണ്ടാവില്ല. വടക്കേക്കര എന്ന് പറയുമ്പോ ഇത്തിരി പ്രശ്നമുള്ള സ്ഥലമാണ്. ഞാൻ കച്ചേരി നടത്താത്ത ഒരു സ്ഥലവും ഈ ചുറ്റുവട്ടത്തില്ല. പിന്നെ വടക്കേക്കരക്കാർക്ക് മാത്രമായിട്ട് എന്താ ഒരു പ്രത്യേകത? എന്താ എന്റെ പേര്? കണാരൻ. ആ, കണാരൻ പോയി പ്രസിഡന്റിനോട് പറയാ, ഒരു പ്രശ്നവും ഉണ്ടാകാതെ കൃത്യസമയത്ത് തന്നെ ആലഞ്ചേരിക്കാർ കച്ചേരി നടത്തിയിരിക്കും. ശരി, ആ, എന്നാ ഞാൻ മറ്റേ വാസുവേ. എന്താ? ആ, നീ ചന്തപ്പനോട് പോയി പറയാ വൈകുന്നേരം കുട്ടികളും കൂട്ടി വടക്കേക്കരയ്ക്ക് വരാൻ. മനസ്സിലായോ? വലിയ മറന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മറന്ന് തിരിഞ്ഞു വലിയ മറന്ന് മലർന്ന് വലിയ മറന്ന് നൂർന്ന്. നീ കളരിപ്പയറ്റ് പഠിക്കാൻ വന്നതോ അതോ കഥകളി പഠിക്കാൻ വന്നതോ? മക്കളെന്ന സ്ഥാനമൊക്കെ വീട്ടില്. കളരി വന്ന മനസ്സിവിടെ നിൽക്കണം. പയറ്റ് പഠിക്കാൻ വന്ന പയറ്റ് പഠിക്കണം. ദാ നോക്ക്. ഇവിടെ ഉറപ്പുണ്ടാവണം. മനസ്സ് പറയുന്നിടത്ത് നെയ്യ് വഴങ്ങണം.
തിരിഞ്ഞമർന്ന് നൂർന്ന് വലത്ത് കയറി വലിയ മർന്ന് തിരിഞ്ഞു വലിയ മർന്ന് മലർന്ന് വലിയ മർന്ന് നൂർന്ന്. എന്താ വാസുവേ പതിവില്ലാതെ കളരിയിലേക്ക്? അച്ഛൻ പറഞ്ഞയച്ചിട്ട് വരികയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വടക്കേക്കരയില ഇന്ന് കച്ചേരി. കരക്കാര് രണ്ടായി തിരിഞ്ഞു. കച്ചേരി നടത്തിക്കില്ലെന്നാ ഒരു കൂട്ടർ പറയണത്. എന്ന് ആര് പറഞ്ഞു? വടക്കേക്കരക്കാരാണോ ആലഞ്ചേരിക്കാർ അഭ്യാസം നടത്തണോ കച്ചേരി നടത്തണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ആലഞ്ചേരിക്കാർ തന്നെ അങ്ങ് തീരുമാനിച്ചോളും. വാസുബുക്കോ, ഞാൻ എന്റെ കുട്ടികൾക്ക് കച്ചേരി നടത്തേണ്ട വിധമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ശരി. പ്രസിഡന്റ് പേടിക്കാതിരിക്കുക. ഞാൻ കച്ചേരി നടത്തൂന്ന് പറഞ്ഞാൽ നടത്തിയിരിക്കും. അറിയാലോ എനിക്ക്. അല്ല, അതായിരിക്കും ഉറപ്പുള്ളത്. ഞങ്ങളോടൊക്കെ ആകെയുള്ള ഒരു അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കലാകാരനെ അവമാനിക്കുന്നവൻ, പ്രത്യേകിച്ച് സംഗീതക്കാരനെ അവമാനിക്കുന്നവൻ ആരായാലും അവനെ നിലയ്ക്ക് നിർത്തണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതെ അതെ. അച്ഛാ, ഏ? കച്ചേരിക്ക് സമയം. ആ, എന്നാ അങ്ങോട്ട് പുറപ്പെടാം. ഓ. വരിക. എന്റെ ഈശ്വര. ചന്തപ്പാ, മാറി നിൽക്കടാ. ഇതെവിടെ? ആർക്കടാ പോകേണ്ടത്? ഇതെവിടെ? പാടുന്നത് കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അല്ലാതെ മറുപാട്ട് പാടാനല്ല. ഇനി ആലഞ്ചേരി തമ്പ്രാക്കളോടൊപ്പം പാടണമെന്നുണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആർക്കാ പാടുന്നത്? ആർക്കാ പാടുന്നത്? ആർക്കുമില്ല. പോയി ഒതുക്കിടാ. കച്ചേരി കൊടുക്കട്ടെ. നിന് പഴയ പോലെ ഇളക്കം കുറഞ്ഞോന്നൊരു സംശയം. ആ കൃഷി ഓഫീസർ വന്നപ്പോ ഞാൻ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. വടക്കേ പറമ്പിലും നാളികേരം തീരെ കുറവ്. അവിടെ ആള് താമസം ഇല്ലാത്തതിന്റെ കുറവ് അറിയാനുണ്ട്. ആ അതെ അതെ അതെ. ദാ. കരിയാത്താ. ആ. ആ, മതി മതി മതി, അതോടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. ചമ്പരാനെ കണ്ടുപോയല്ലോ. എന്താണ് അതെന്താ അത്? അത് വണ്ണനമ്പറ. ഇപ്പൊ ചാരായത്തിന് പകരം മണ്ണെണ്ണയാണോ നീ പിടിക്കുന്നത്? അതമ്പറ വയറ്റില് വരെയാണ് വര. ആ, ഇതാരാ പുതിയ ആള്? ഇതിന്റെ അടിയനാണ്. ഇയാൾ എവിടെയാ? ഓമല്ലൂർ മാണിക്കല. മനക്കലയോ? മാണിക്കലെല്ലാം അവിടെ പണിയെടുക്കുന്ന ആളാ. ആ. നീ ദിവസവും ചാരായ അടിച്ചോണ്ട് നിന്റെ പെണ്ണിനെ തല്ലാറുണ്ടെന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടമ്പ്ര. ആ. ആരതൊക്കെ പറയണത്? കെട്ട പെണ്ണിന് ആരെങ്കിലും തല്ലുവോ? എനിക്കൊരു ഓർമ്മയില്ല. ആ, ഇതങ്ങോട്ട് ചെല്ലുമ്പോ ഒരു ഓർമ്മ ഉണ്ടാവില്ല. അല്ലല്ലല്ല അമ്പ്ര. ആ, പോയി പെണ്ണ് നോക്ക. ആ. ഇതല്ല ഇത്. ഒത്താന് ഒത്താൻ. ആ അമ്പ്രാക്കന്മാര് പൊന്നാണ്, പൊന്ന്. ഈ കൂട്ടത്തിൽ മൂത്തവനായ ഞാൻ തന്നെ രണ്ടാം റൗണ്ടും തുടങ്ങാം. അങ്ങനെയല്ലേ ആലഞ്ചേരിക്കാരുടെ ഒരു പാരമ്പര്യം. ആ പറഞ്ഞത് വളരെ ശരി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കളുടെ മക്കളായ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കള്ളുടിക്കുന്ന വല്ല കാര്യമുണ്ടോ? ആരെയും നമ്മളീ പേടിക്കുന്നേ? അച്ഛൻ കേക്കട്ടെ നിന്റെ ഈ ഗീർവാണം. പോകാൻ പറയണം നമ്മുടെ അച്ഛന്മാരോട്. കുറെ കാലം ആയാലും കളരെടുപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തായി? അവിടെ രാവിലെ തുടങ്ങും. മേലോട്ട് ഉയർന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് ഞെരിഞ്ഞം മറന്ന് രണ്ടാലും പൊക്കിപ്പിടിച്ച് നടുവും തല്ലി വീണ് വയ്യാണ്ടായി. സത്യം. നമ്മളെ തച്ചോളി ഉദയനാക്കാനാ അച്ഛന്റെ ശ്രമം. നടക്കുന്ന കാര്യം വല്ലതാണോ? ആരെ തല്ലാനെ ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മര്യാദക്ക് ഒരു തല്ലുണ്ടാക്കാനും സമ്മതിക്കില്ല. അത്രേ ഉള്ളു. അവിടെ ഒരാള് പുലർച്ചെ തുടങ്ങും. സാ പാ പോ. ഓ, തുടങ്ങിയ ഒന്ന് നിർത്തണ്ടേ പണ്ടാരം. പാടി പാടി എന്റെ കഴുത്ത് കണ്ട നീണ്ടുപോയി. ഏതായാലും നീണ്ടല്ലോ, ഇനി കുറച്ചുകൂടി നീളട്ടെ. അതാ വാസു, ഒരു പാട്ട് പാടി. ആ പാട്. എന്റെ മനസ്സിൽ ഇപ്പൊ സംഗീതം ഇല്ല, ഉള്ളത് സന്താപമാ.
എന്തിനാണ് ദുഃഖിക്കുന്നേ? അത് പറഞ്ഞാ നിങ്ങൾ എന്നെ തല്ലുവോ? അല്ലേ നീ എന്തായാലും ഞങ്ങളോട് പറയടാ. എടാ പറയാൻ നിന്റെ ഏതാഗ്രഹം ഞങ്ങൾ സാധിപ്പിച്ചേരടാ അല്ലേ? എന്നാ ഞാൻ പറയാം. നമ്മുടെ കോയിക്കൽ ഗോപാലൻ നായരുടെ മോളിൽ അവക്ക് എന്ത് പറ്റി? അവർക്കല്ല പറ്റിയത്, എനിക്ക് ആ കുട്ടീനെ ഇഷ്ടാ. ഞാൻ അവളോട് ഇതേവരെ അത് പറഞ്ഞിട്ടില്ല. പറയാനായിട്ട് ഒരു ഒരു തടസ്സമുണ്ട്. എന്റെ ഭഗവാനെ, അച്ഛൻ അറിഞ്ഞ എന്നിട്ട് നീ പറയടാ, എന്ത് തടസ്സം ഉണ്ടെങ്കിൽ ഈ ഞാൻ അല്ല ഞങ്ങള് മാറ്റും. അച്ഛനോട് പോകാൻ പറയടാ. അയ്യോ, അവക്ക് കളരി പഠിക്കുന്ന 3 ആങ്ങളമാരുണ്ട്. മല പോലെ 10 എണ്ണം ഇവിടെ നിൽക്കണ്ട, എന്ത് 3 എണ്ണം? നീ ധൈര്യമായിട്ട് അവളോട് പറ. ദാ, നിന്റെ പുറകിൽ ഞങ്ങളുണ്ട്. ഈ ഞാൻ ഓ അവൻ കരിഞ്ഞു. അവന്റെ കോഴികളാപ്പ് കൊണ്ട് എന്റെ അമ്മേ, വരുന്ന നോക്കിയേ, വാസുവേട്ടന്റെ സെലക്ഷൻ ഉഗ്രൻ. എന്റെ കൈകാലും ആകെ വിറയ്ക്കണം. ഈ വരവ് കണ്ട വിറച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവളിങ്ങെത്താറായി. ചെല്ല് ചെല്ല്, ഞാനിതിനിടെ കാണും. ചെല്ല്. എന്താ വിമലയുടെ പേരെന്താ? എന്താ പതിവില്ലാതെ വാസോട്ടിന്റെ ചുറ്റിക്കളി? പ്രേമിക്കാനുള്ള പണി വല്ലതും ആണോ? ചെറിയ തോതിലൊരു അപ്പോ ലവ് ലെറ്റർ ഒന്നില്ലേ? ഉണ്ട്. അയ്യോ, ആരവിടെ പോയി? അയ്യോ, വാസുട്ടാ, ഇല്ലേ, അയ്യോ. പോയിട്ടില്ല, അത് അവന്റെ കയ്യിലായി പോയി. ആഹാ, രണ്ടുപേരും കൂടിയുള്ള ചുറ്റിക്കളിയാണല്ലേ? അല്ലല്ല, ഞാൻ മാത്രം. ശരി ശരി, ഞാൻ വാങ്ങിച്ചോളാം. അയ്യോ, ആ പിന്നെ രണ്ടുപേരും നാളെ ഇവിടെ തന്നെ ഉണ്ടാവണം, ഇതേ സമയത്ത്. മറുപടിക്ക് ഞാനും വേണോ? ആ എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ പാര, അനിയൻ പാര. ആണോ?